ഗൈക്കോ ലിമിറ്റഡ് കമ്പനിയുടെ ചെയർമാനായി പ്രസിഡൻ്റായിട്ട് ഇന്നലെ ഞാൻ ചാർജ് എടുത്തിട്ടുണ്ട്. ടി.വി. ഇബ്രാഹിം അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിന് ശേഷം എന്നെ ആ ചുമതല ഏൽപ്പിച്ചതാണ്. ഗവൺമെൻറ് തലത്തിൽ ഓർഡർ ഇട്ടതിൻ്റെ പേരിലാണ് ഞാനിത് ഈ ഭാരം ഏൽക്കുന്നതിന് വേണ്ടി തയ്യാറായത്. ഏതായാലും ഈ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രതീക്ഷ നാട്ടുകാർക്കുണ്ടായിരുന്നതും എനിക്ക് ആ സ്ഥാപനത്തിനോട് വളരെയധികം താല്പര്യം ഉണ്ടായിരുന്നതുമായതുകൊണ്ടാണ് ഇതിൻ്റെ ചുമതല ഏറ്റെടുക്കുന്നതിന് തയ്യാറായത്. നമ്മളുടെ MLA-യും ബഹുമാനപ്പെട്ട മാണി സാറുമൊക്കെ നിർബന്ധിച്ചതിൻ്റെ പേരിലാണ് ഞാൻ ഈ സ്ഥാപനത്തിൻ്റെ ചുമതല ഏറ്റെടുക്കുന്നതിന് വേണ്ടി തയ്യാറായിരിക്കുന്നത്. ഇത് ചുമതല ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് ഇലക്ഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിക്ക് ചുമതല തന്നിരിക്കുന്നത്. ഇലക്ഷൻ നടത്തി 6 മാസത്തെ ഭരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വിവാദം ഇപ്പോൾ ആദ്യമായിട്ട് വന്നിട്ടുണ്ട്. എങ്കിൽ പോലും എത്രയും വേഗം ഇലക്ഷൻ നടത്തി നല്ലൊരു ഭരണസമിതിയെ ഇതിൻ്റെ ചുമതലക്കാരായി തെരഞ്ഞെടുത്ത് അവരുടെ ഉത്തരവാദിത്വത്തിൽ ബാക്കി കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകണമെന്നാണ് എനിക്കറിയാം. ഏതായാലും കുറച്ച് കാലങ്ങളായി നന്നായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഈ സ്ഥാപനത്തെ വീണ്ടും അതേ നിലയിലേക്ക് പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എന്നാൽ കഴിയുന്ന സഹകരണം അല്ലെങ്കിൽ ആവശ്യമായ പ്രവർത്തനങ്ങൾ ഞാൻ കാഴ്ചവെക്കും. അതോടൊപ്പം ബാക്കി വരാൻ പോകുന്ന ഭരണസമിതി അംഗങ്ങളും കൂടി പ്രവർത്തിക്കുകയാണെങ്കിൽ ഈ സ്ഥാപനത്തെ വീണ്ടും നല്ല നിലയിൽ പ്രവർത്തിപ്പിച്ച് ഫാക്ടറി തുറന്ന് പ്രവർത്തിപ്പിച്ച് ബാക്കി കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ താൽക്കാലികമായി കുറച്ച് ബാധ്യതകൾ ഉള്ളതിൻ്റെ പേരിൽ ഫാക്ടറി പ്രവർത്തനങ്ങൾ നിലച്ചിട്ടുണ്ട് എങ്കിൽ പോലും അതിൻ്റെ ചില ഭാഗങ്ങൾ ചില പ്രവർത്തനങ്ങൾ ഇപ്പോഴും നല്ല നിലയിൽ നന്നായിട്ട് തന്നെ നടക്കുന്നുണ്ട്. ടൗണിലെ സ്റ്റോറ് നന്നായിട്ട് പ്രവർത്തിക്കുന്നു. അതുപോലെ റബ്ബർ ഷീറ്റ് എടുക്കുന്ന പരിപാടികൾ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ലാറ്റക്സിൻ്റെ പരിപാടികളും താമസിയാതെ തന്നെ പ്രവർത്തിപ്പിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എല്ലാ ജനങ്ങളുടെയും അതുപോലെ ഇതിൻ്റെ ഷെയർ ഉടമകളുടെയും ഒക്കെ സഹകരണങ്ങൾ ഞാൻ ഈ കൂട്ടത്തിൽ പ്രതീക്ഷിക്കുകയാണ്. എല്ലാവരുടെയും സഹകരണങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഇത് മുമ്പോട്ട് നല്ല നിലയിൽ കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു.